മലയാളികൾക്ക് ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് സിബി മലയിൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമാ മേഖലയിലേക്ക് കടന്നു വന്ന സിബി മലയിൽ 1985 മുത്താരം കുന്നു പിയോ എന്ന സിനിമയുടെ സ്വതന്ത്ര സംവിധായകനായി. പിന്നീട് 37 വർഷത്തിനിടയിൽ എന്നും ഓർത്തിരിക്കുന്ന നിരവധി സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയും നിരവധി അവാർഡുകൾ നേടുകയും ചെയ്തു. ഒരു സംവിധായകൻ എന്ന നിലയിൽ തനിക്ക് ദിശാബോധം നൽകിയ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് സിബി മലയിൽ. ലോഹിതദാസുമായി ആദ്യമായി ഒന്നിച്ച തനിയാവർത്തനമാണ് ആ സിനിമയെന്ന് സിബി മലയിൽ പറഞ്ഞു. തനിയാവർത്തനത്തിന് ശേഷമാണ് പ്രേക്ഷകർക്ക് ഏത് തരത്തിലുള്ള സിനിമകൾ നൽകണമെന്ന ബോധ്യം തനിക്കുണ്ടായതെന്നും സിബി മലയിൽ പറഞ്ഞു. മമ്മൂട്ടി തന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ച സിനിമയാണ് അതെന്നും ആദ്യം ആ കഥ കേട്ടപ്പോൾ തനിക്ക് അത് വർക്കാകുമെന്ന് തോന്നിയില്ലെന്നും സിബി മലയിൽ പറഞ്ഞു. ലോഹിതദാസ് ആ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയപ്പോൾ മമ്മൂട്ടി അല്ലാതെ മറ്റാർക്കും ആ സിനിമ ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പായെന്നും സിബി മലയിൽ കൂട്ടിച്ചേർത്തു. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് സിബി മലയിൽ ഇക്കാര്യം പറഞ്ഞത്. സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് ഒരു ദിശാബോധം തന്ന സിനിമയാണ് തനിയാവർത്തനം. അതിനു മുൻപ് ഞാൻ 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണത്തിന് ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ തനിയാവർത്തനം എന്ന സിനിമയ്ക്ക് ശേഷമാണ് പ്രേക്ഷകർക്ക് ഏത് തരത്തിലുള്ള സിനിമകളാണ് നൽകേണ്ടതെന്ന ബോധ്യം എനിക്കുണ്ടായത്. ലോഹിതദാസ് എന്ന എഴുത്തുകാരൻ എന്നിലുണ്ടാക്കിയ സ്വാധീനമാണത്. മമ്മൂട്ടിയുടെ നിർബന്ധം കാരണമാണ് ഞാൻ തനിയാവർത്തനത്തിൻ്റെ കഥ ആദ്യം കേട്ടത്. ആ കഥ കേട്ടപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നാണ് തോന്നിയത്. പിന്നീട് ലോഹി ആ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി കണ്ടപ്പോൾ മമ്മൂട്ടി അല്ലാതെ വേറെ ആരെയും എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അവസ്ഥയായി സിബി മലയിൽ പറഞ്ഞു.